ഗാങ്ടോക്കിൻ്റെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഗാങ്ടോക്കിലെ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MG മാർഗാണ്, അതായത് മഹാത്മാഗാന്ധി മാർഗ് ഓർ മഹാത്മാഗാന്ധി റോഡ്. ഈ എൻ്റെ തൊട്ട് പിന്നിലേക്ക് നോക്കിക്കോളൂ, മഹാത്മാഗാന്ധിക്ക് ഒരു വലിയ സ്റ്റാച്യു ഉണ്ട്. അതൊരു സൂചകം പോലെയാണ്. ഇവിടെ തൊട്ട് അങ്ങോട്ട് വാഹനങ്ങൾക്ക് വൺ സൈഡാണ്, അതായത് ഒരു സൈഡിൽ കൂടെ മാത്രമേ ഒരു സമയം കഴിഞ്ഞാൽ പ്രവേശനമുള്ളൂ. വൺ സൈഡ് കംപ്ലീറ്റ് ആൾക്കാർ പെഡസ്ട്രിയൻസിന് നടന്നു പോകാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യമാണ്. മറ്റേ പാർക്കിങ്ങിനൊരു ഏരിയ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസമാണ്. ഒരു യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുന്നൊരു ഫീലാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ. ഇവിടെ ധാരാളം കടകൾ, ഷോപ്പിങ്ങിന്, ഭക്ഷണം കഴിക്കാൻ ധാരാളം ഈറ്ററീസ്, കൊച്ചു കൊച്ചു റെസ്റ്റോറൻറ്റ്സ് മുതൽ നല്ല നല്ല വലിയ റെസ്റ്റോറൻറ്റ്സ്, താമസിക്കാൻ സൗകര്യമുള്ള ഹോട്ടൽസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജനനിബിഡമായിരിക്കും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ നമുക്കൊന്ന് MG മാർഗിലൂടെ ഒന്ന് നടക്കാം. അപ്പോൾ രണ്ട് സൈഡിൽ ഉള്ള കടകളിലേക്കും ഒന്ന് കണ്ണോടിക്കുക. ഈ സൈഡിലും ആ സൈഡിലും എല്ലാം ഇഷ്ടംപോലെ ഷോപ്സ്. അത് തന്നെ ഇങ്ങനെ നോക്കി നോക്കി പോകാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും ബെഞ്ചസ്, അവിടെ ആൾക്കാരിങ്ങനെ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ നടുക്കൊരു പാത്വേ പോലെ ഇങ്ങനെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചെടികളെല്ലാം നട്ടിട്ട് അതിന് രണ്ട് വശത്തായിട്ടാണ് ഇങ്ങനെ ബെഞ്ചസ്. അവിടെ എല്ലാം ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. നോക്കൂ, ഫുൾ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നു, ഐസ്ക്രീം എല്ലാം കഴിച്ച് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത്. ശരിക്കും ഒരു ഭയങ്കര രസമാണ് കേട്ടോ ഇതുവഴി നടന്ന് പോകാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരിങ്ങനെ പോകുന്നു, വരുന്നു, കുറേ പേര് ഇരിക്കുന്നു. ഒരു ഭയങ്കര വ്യത്യസ്തമായ ഒരു ആംബിയൻസാണ്. നമ്മളിത് ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കകത്താണോ ഈ സ്ഥലം നമുക്ക് തോന്നിപ്പോകും. ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയൊരു മട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആൾക്കാരെല്ലാം വളരെ ഫ്രീ ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ഷോപ്പിംഗ്, ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാത്തരം, ഇപ്പോൾ ഇവിടെ പ്ലാനറ്റ് ഫാഷൻ്റെ ഒരു എന്താ പറയുക, ഒരു ഷോറൂമുണ്ട്, അലൻ സോളി ബീറ്റിങ്, എല്ലാ കാര്യം, ലൂയി ഫിലിപ്പ്, എല്ലാം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടേർട്ടിൽ, ഗോൾഡൻ ടിപ്സ്, ടീ ബാർ, സാംസൺ, പിന്നെ റെസ്റ്റോറൻറ്റ്സ്, വുഡ്ലാൻഡിൻ്റെ ഷോറൂം, പിന്നെ ചെറിയ ചെറിയ ഈറ്ററീസും ഉണ്ട്. ഭയങ്കര രസമാണ്. പിന്നെ ഗിഫ്റ്റ് ഷോപ്സ് ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് പോകാനുള്ള ചെറിയ ട്രിങ്ക്ലെറ്റ്സ് ഐറ്റംസ് അതെല്ലാം ഉണ്ട്. രസമാണ് ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കുക. ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 4 മണി തൊട്ട് രാത്രി ഒരു 9:30 വരെ ഇവിടെ ഇങ്ങനെ ചുമ്മാ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വിൻഡോ ഷോപ്പിംഗ് ആവാം, ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാം, കുറേ നേരം ഇരിക്കാം. നമ്മൾ ഗാങ്ടോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സിക്കിമിലെ ബിഗസ്റ്റ് ടൗണാണ്. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇതെന്താ പറയണ്ടേ, അപ്പോൾ ഗാങ്ടോക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഒരു ക്ലീൻ സിറ്റിയാണ്. ഇവിടെ ട്രാഫിക് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. സിസ്റ്റം വളരെ കറക്റ്റാണ്. പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭയങ്കര സേഫാണ്. ആൾക്കാരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, ഞാനിങ്ങനെ ആലോചിക്കാം, ഇങ്ങനെ ഇവിടെ ഇപ്പം ചുമ്മാ നടക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിരിക്കാം. നടുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഗാർഡൻ മാതിരി സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഫുൾ നടുക്ക്. രണ്ട് സൈഡിലായിട്ടാണ് ഇങ്ങനെ ബെഞ്ചസ് ഇട്ടിരിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതാണ്
ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഓക്കെ, അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. സിക്കിമിനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ ഇതൊരു ചുറ്റോട് ചുറ്റും 4 സ്ഥലങ്ങൾ കൊണ്ട് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടൊരു ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ഒരു അറ്റത്താണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ബംഗാളും, പിന്നെ ഒരു സൈഡിൽ ഭൂട്ടാൻ, വേറൊരു സൈഡിൽ ചൈനീസ് ടിബറ്റ്, പിന്നെന്താ ഇങ്ങനെ 4 ഭാഗത്തും, പിന്നെ നേപ്പാൾ, ഇത്രയും ഭാഗങ്ങളിലും ലാൻഡ് ലോക്ക്ഡാണ് സിക്കിം. അപ്പോൾ സിക്കിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗാങ്ടോക്ക്, ദാറ്റ്സ് എ ക്യാപിറ്റൽ. അപ്പോൾ ദിസ് ഈസ് ഗേറ്റ് വേ ടു സിക്കിം. അപ്പോൾ ഗാങ്ടോക്കിൽ വന്നിട്ടാണ് സിക്കിമിൻ്റെ ഇതര ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ കറങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ വളരെ ക്ലീൻ സിറ്റി, നല്ല ആൾക്കാർ, ഇവിടെ കിട്ടാത്ത ഭക്ഷണമൊന്നുമില്ല. ഇവിടുത്തെ ലോക്കൽ ഫുഡും കിട്ടും, സിക്കിം സ്പെഷ്യാലിറ്റീസ്, അതുകൂടാതെ ചൈനീസ്, നല്ല ഒന്നാം തരം ചൈനീസ് ഫുഡ് കിട്ടും, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാം കിട്ടും. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന് ആവശ്യമുള്ള വുളൻ ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങാൻ പറ്റുന്ന കടകൾ ഇൻഡോ സിക്കിം, പിന്നെന്താ അഗർവാൾ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്, എന്ത് വേണം എല്ലാം ഇവിടെയുണ്ട്. സ്റ്റോൾസ് ആണ്. ഓക്കെ, കിतना 200 സിർഫ് 200 രൂപയുള്ളൂ. സ്റ്റോൾസ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, 200 റുപ്പീസ്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇത് 380 ആണ് ഷോൾസ്. ഡബിൾ സൈഡ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഉപയോഗിക്കാം. ഒരു സൈഡിൽ ഡിഫറെൻറ്റ്, ഒരു സൈഡിൽ ഡിഫറെൻറ്റ്. 380. This is blanket. How much for blanket? ബ്ലാങ്കറ്റ്സിനെല്ലാം 380. നല്ല ഭംഗിയുള്ള ബ്ലാങ്കറ്റ്സ്, നല്ല സുഖമായിട്ട് പുറച്ച് കിടക്കാമല്ലോ. This is how much? 690. 690. കുറച്ചുകൂടെ വില കുറഞ്ഞ സ്റ്റോൾസ് ആണ്. ഇതിന് 100, only 100. അങ്ങനെ ഉളൻ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നല്ല വില കുറഞ്ഞ് ഇതായിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദാറ്റ്? ഫ്രീ സൈസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഫുൾ ജാക്കറ്റ്സ് ദാറ്റ് സൈഡ്. ഓൾ സ്വെറ്റർ ടൈപ്പ്. ഇത് ലോങ് സ്വെറ്റേഴ്സ്. നോ ലോങ് വൺസ്. ഓക്കെ, 780. സൈസ് ഫ്രീ സൈസ്. ആഹാ, ഇതും ഫ്രീ സൈസാണെന്ന് പറയുന്നത്. സംശയമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഷോപ്പിൽ കിട്ടുന്നത്. ഇത് നല്ലൊരു കടയാണ് കേട്ടോ. ലോങ് സ്വെറ്റർ മേടിച്ചു. I tried. ഇതൊരു വേറെ പാറ്റേൺ ആണ്. ഏതായാലും തണുപ്പിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നൈസ്. 1500 രൂപയാണ് വില. എങ്കിലും നല്ലതാണ്. Quality good. I'll buy. Okay, I will take this.
Excuse me. One. ये सब क्या है? हाँ? Shortlet. Short one. Can you show me one? ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് എല്ലാ റേറ്റിനുള്ളതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം കുറച്ച് കോസ്റ്റ്ലി 1500 ആ റേഞ്ച് അവിടെ 800-700 ഉണ്ട് പക്ഷെ അതിന് അത്രയും ഇതേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിന് വിൻ്റർ ക്ലോത്തിങ് ഒക്കെ റെഡിയാക്കുവാണ് ഇനി അടുത്ത യാത്ര എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ സിക്കിം ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ കുറേ കൂടി തണുപ്പാണ് സ്നോയുടെ ഇടയിലേക്കാണ് പോകുന്നത് ഓക്കെ ഇനഫ് ദേ ടു Two stoles and two sweaters. One blanket. Sorry. One blanket, one stole. Sorry. Two. Okay. And umbrella and 2 umbrellas, no? Yeah, he have paid for that. Okay. അങ്ങനെ ആവശ്യത്തിനുള്ള വിൻ്റർ ക്ലോത്തിങ് ആയി കഴിഞ്ഞു ഇനി ഇങ്ങനെ കറങ്ങി നടക്കാം നമുക്ക് ഇവിടെ കുറേ ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട് ഒന്നിൽ കൂടുതലുണ്ട് പക്ഷെ എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയുമില്ലാത്ത തിരക്ക് നല്ല ഭംഗിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എന്താ പറയുക സിക്കിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്ന രീതിയിൽ അവരുടെ ഇവിടെ ഒരു സിക്കിം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൊവിനിയേഴ്സാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബുദ്ധിസ്റ്റ് എന്താ പറയുക ആ ഒരു ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്ന ഇപ്പോൾ ബുദ്ധയുടെ കുറേ ഇമേജസ് കുറേ ഡ്രാഗൺസ് പിന്നെ കുറേ ബുദ്ധിസ്റ്റ് മന്ത്ര സ്റ്റാൻഡ് ചെയ്യുന്ന ബെൽസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതൊക്കെയാണ് ഈ ഷിംലയിലേക്ക് മോൾ റോഡ് പോലെയാണ് ഇവിടുത്തെ ഈ MG മാർഗ് എന്നുള്ള ഈ ഒരു റോഡ് ഇതൊരു ശരിക്കും ഹാപ്പനിങ് പ്ലേസ് ആണ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ വെറുതെ ഇങ്ങനെ നടന്നാലും സമയം പോകുന്നൊരു സ്ഥലമാണ് ഈവനിങ് ടു രാത്രി 9 മണി വരെ ഇങ്ങനെ നടക്കും അപ്പോൾ ടൂറിസ്റ്റായിട്ടൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളാണ് ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഇതൊരു റോൾ ഹൗസാണ് ബെസ്റ്റ് മോമോസ് കിട്ടുന്ന സ്ഥലമാണിത് റോൾ ഹൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ താമസിക്കാനും ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് ഈ റോഡിൽ താമസിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇതവിടെ ചീസി ചീസ് എന്ന് പറഞ്ഞിട്ടൊരു മോമോസാണ് ഇത് സ്റ്റീംഡ് 8 പീസ് ഒരു അപ്പോൾ ഇതുകൂടാതെ പാൻ ഫ്രൈഡ് മോമോസ് ഉണ്ട് അത് ആ പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അത് ഞാൻ കോണിൻ്റെയാണ് പറഞ്ഞത് ഇപ്പോൾ ഗാങ്ടോക്കിലെ റോൾ ഹൗസിലാണ് നിൽക്കുന്നത് MG മാർഗിൽ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ നല്ല റോൾസും കിട്ടും അതുകൂടാതെ നല്ല മോമോസും കിട്ടും അപ്പോൾ പാൻ ഫ്രൈഡ് മോമോസും ഉണ്ട് പിന്നെ സ്റ്റീംഡ് മോമോസ് എന്ന് പറഞ്ഞാൽ സിക്കിമിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡിഷാണ് മോമോസ് നമ്മുടെ കൊഴുക്കട്ട മാതിരി തന്നെയാണ് അതിൻ്റെ അകത്ത് പലതരം ഫില്ലിങ് അപ്പോൾ ഇതിൽ ഒരുപാടുണ്ട് ക്യാബേജ് ഫില്ല് ചെയ്തിട്ടുള്ളതുണ്ട് എന്താണ് വെജി ഒറിജിനൽ ചീസ് ഇത് അകത്തെ ഫില്ലിങ് കോണാണ് ഇത് ഈ മൊമോസിനെ തന്നെ പാനിൽ ദോശക്കല്ല് പോലത്തെ ഒരു വലിയ ചൂട് പരന്ന ഒരു പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കും ഇതിൽ കുറേ കോമ്പിനേഷൻസ് ഉണ്ട് അത് റെഡ് ചില്ലി സോസ് ഉണ്ട് വേണമെങ്കിൽ ഗ്രീൻ മസ്റ്റേർഡ് ഗ്രീൻ ചില്ലി വേണമെങ്കിൽ അത് അകത്തെ കോൺ ഫില്ലിംഗ് നല്ല ടേസ്റ്റിയാണ് ചീസ് എന്താണെന്ന് നോക്കട്ടെ അകത്ത് ഫുൾ ചീസ് ഫില്ലിംഗ് വാട്ട് ഈസ് ദ ഫില്ലിംഗ്
actually? Cheesy cheese means? Cheese with cabbage. Cheese and cabbage. Cheese grate ചെയ്ത് cabbage grate ചെയ്ത് fill ചെയ്യുന്നു. അതാണ് cheesy cheese filling. ഭയങ്കര മൂവിങ് ആണ് ഈ കടയിൽ. ആൾക്കാർ വരുന്നു, വാങ്ങുന്നു, പോകുന്നു, അവർക്ക് സമയമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ മോമോസ് ആൻഡ് റോൾസ്. ട്രിപ്പ് അഡ്വൈസറിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ റോൾ ഹൗസ് എന്നുള്ള ഈ ഒരു ചെറിയ കടയാണ്, പക്ഷെ ഭയങ്കര മൂവിങ്. ഇത് ഇവിടുത്തെ ട്വിസ്റ്റഡ് ടൊർണാഡോ ആണ്. ഇത് പൊട്ടറ്റോ വേഫേഴ്സ് ആണ് ആക്ച്വലി. ഇത് വേറെ സ്പെഷ്യലാണ്. ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് കോംപ്ലിമെൻ്ററി. എനിക്ക് കഴിക്കാനായിട്ട് കൊള്ളാം. നൈസ്. തിരക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ? ഭയങ്കര തിരക്കാണ്. നിന്ന് തിരിയാൻ സമയമില്ല. ട്വിസ്റ്റർ നോക്കട്ടെ. പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ചിപ്സ് മാതിരി. അത് നടന്നു കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രീ കൺട്രോൾ ഹൗസ്. കൈ നിറച്ച സാധനമായിട്ട് പുറത്തോട്ടിറങ്ങാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തൊരു കടയാണ് ഈ റോൾ ഹൗസ്. അപ്പോൾ ദി ബെസ്റ്റ് റോൾസ് ആൻഡ് മൊമോസ് ഇൻ ടൗൺ എന്നാണ് പറയുന്നത്. എന്തായാലും സംഭവം ശരിയാണ്, വെരി ടേസ്റ്റി. അതിൻ്റെ കൂടെ എനിക്കൊരു ടൊർണാഡോ. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ ഞാനും ചെയ്യാൻ. ഇവിടെ സുഖം, സാധനങ്ങൾ വാങ്ങുക, ഇവിടെ വന്ന് ബെഞ്ചിലിരിക്കുക, എന്നിട്ട് വിശാലമായിട്ടിരുന്ന് കഴിക്കാം. കാഴ്ചകളെല്ലാം കണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കി. ഇവിടുത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, നമ്മുടെ കൂൾ ക്ലൈമറ്റ്. ഇതിപ്പോൾ ഏറ്റവും നല്ലൊരു സീസണാണ്. ഇതിപ്പോൾ നമ്മളുടെ ഇവിടെ വരാൻ പറ്റിയൊരു സമയമാണ് ഏപ്രിൽ മെയ് ആ സമയം. ട്വിസ്റ്റർ ടൊർണാഡോ കൊള്ളാം. നല്ലൊരു ടൈം പാസ് ഏരിയ തന്നെയാണ് MG മാർഗ്. ഡെഫിനറ്റ്ലി നമ്മളിവിടെ വന്ന് ഗാങ്ടോക്കിൽ താമസിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ വന്നിരിക്കാം. ബാക്കി ഡേ ടൈമിലെല്ലാം നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകാം. ഒരു 4-5 ദിവസം ഇവിടെ നിന്നാലും ഒട്ടും ബോറടിക്കില്ല. ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ഐസ്ക്രീം ഷോപ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിഷ്ടമുള്ള വേഫിൾസ്, ഇതെന്താ ക്രേപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ഔട്ട്ലെറ്റ്സും ഉണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ആട്ടുകാർ മുഴുവൻ എന്നെ നോക്കിക്കൊണ്ട് പോവാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഷൂട്ടിങ്. MG മാർക്കറ്റിൻ്റെ ഒരു ഏരിയയിൽ മുഴുവൻ 2 സൈഡിലും വാക്കിംഗ് സ്ട്രീറ്റ് പോലെയാണ്. അതായത് നടന്നു മാത്രമേ പോകാൻ പറ്റുള്ളൂ, വാഹനങ്ങളില്ല. പക്ഷേ ഒരു ഏരിയ കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാം, ഒരു സൈഡിൽ നടക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. ഇങ്ങനെ ചെയർസ്, ഈ ബെഞ്ചസ് എല്ലാം ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ഭാഗത്തൊക്കെയാണ് ഇവിടുത്തെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് കൂടുതൽ, പിന്നെ ഹെയർ സലൂൺസ്, ഇതെല്ലാം ഉണ്ട്. ഈ സൈഡിൽ നമുക്ക് എന്ത് ഭംഗിയുള്ള കുറേ ഹോട്ടൽസൊക്കെ, കുറേ ഹോട്ടൽസ്. ഈ സൈഡിൽ കണ്ടില്ല, വാഹനങ്ങൾക്ക് പോകാം, വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ അത് പറ്റില്ല. നമ്മൾ മെയിനായിട്ടുള്ള ഒരു MG മാർഗ് എന്ന് പറഞ്ഞാൽ ആ റൂട്ടിലാണ് ഈ 2 സൈഡിലും വാക്കിംഗ് ചെയ്യുന്നത്. അവിടെ ഒരു രക്ഷയില്ല, വേറെ വാഹനങ്ങളൊന്നും അല്ല അവിടെ. ഇവിടെ ഷോപ്പിങ്ങിന് ഏറ്റവും നല്ല സാധനം എന്താണെന്ന് വെച്ചാൽ വൂളൻ ഐറ്റംസ്. ഇപ്പോൾ ബ്ലാങ്കറ്റ്സ്, കാർപ്പറ്റ്സ്, പിന്നെന്താ സ്വെറ്റേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ വിൻ്റർ ക്ലോത്തിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ചെറിയ ആർട്ടിഫാക്ട്സ്, ഷോക്കേസ് പീസസ്, പിന്നെ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ എല്ലാം. ചെറുതും വലുതുമായ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ. പിന്നെ എന്താ നല്ല കോഫി ഷോപ്സ്, പിന്നെ പോഷായിട്ടുള്ളത്, അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളത്, അല്ലാത്ത നോർമൽ ആയിട്ടുള്ളത് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ചുമ്മാ നടക്കുന്ന രസമാണ് നല്ല ക്ലൈമറ്റിൽ. ഇപ്പോൾ എത്ര അറിയാമോ ടെമ്പറേച്ചർ? ഏതാണ്ട് 8 ഡിഗ്രി ആയിരിക്കും ഇപ്പോൾ. നല്ലൊരു സുഖകരമായൊരു തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുതച്ച ബ്ലാങ്കറ്റോ ഒന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഷോളോ ഒന്നും ഇടാതെയാണ്
സ്വെറ്റേഴ്സ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല സുഖകരമായൊരു തണുപ്പ് ആസ്വദിക്കാൻ. നല്ല നല്ല ബ്രാൻഡഡ് ഷൂ ഷോപ്സ് ഒക്കെ ഉണ്ട്, അല്ലാത്ത ഷോപ്സ് ഉണ്ട്, നല്ല രസമുണ്ട്. ഒരുപാട് ചിക്കൻ റോൾ ഹൗസസ് ഉണ്ട്, പലതരം റോൾസ്, കെബാബ്സ് അങ്ങനത്തെ കിട്ടുന്ന കടകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്സും ധാരാളമായിട്ട്. ഹലോ, ഹായ്, ഫൈൻ, കം വിത്ത് എ ക്യാമറ. ഞാനിത് ഒരു ദിവസം ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് ഇവിടുത്തെ ഒരു ബനാന ക്രേപ്പ് കഴിച്ചു, ഒരു സ്മൂത്തി കുടിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര പരിചയമാണ്. സന്തോഷം കണ്ടപ്പോൾ. ഒരു ബനാന ക്രേപ്പ് ആകാം. ക്രേപ്പ് എന്ന് പറയുമ്പോൾ ക്രേപ്സിൻ്റെ ബാറ്റർ ഉണ്ട്, ക്രേപ്സിൻ്റെ അതിൽ ദോശമാവ് പോലെ അത് ഖനം കുറച്ച് പരത്തി ചെയ്യുന്നതാണ് ക്രേപ്സ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ വാഫിൾസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ക്രേപ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. തിന്നായിട്ടുള്ള പാൻ കേക്ക്സ് ആണ്. എന്നിട്ട് അതെടുത്ത് ഒരു ഇതിൽ വെച്ചിട്ട് അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് ബനാന വിത്ത് ചോക്ലേറ്റ് സോസ് ആൻഡ് ക്രീം, കുറച്ച് വിപ്പിംഗ് ക്രീം, വിപ്ഡ് ക്രീമാണ്, ചോക്ലേറ്റ് സോസ്, കുറച്ച് ആൽമണ്ട്സ്, Thank you. ഇത് 80 rupees-ആണ് എഗ് ക്രേപ്സ്. ദിസ് ഇസ് ബനാന ആൻഡ് ചോക്ലേറ്റ്. ബനാന ക്രീം ആൻഡ് ചോക്ലേറ്റ് വിത്ത് നട്ട്സ്, നല്ല കോമ്പിനേഷൻ. അപ്പോൾ ക്രേപ്സിൻ്റെ മേക്കിംഗ് കണ്ടല്ലോ എന്താണെന്ന്. അതായത് തിൻ ബാറ്റർ ഉണ്ട്, ഒരു ദോശമാവ് പോലെ. മൈദ ബാറ്ററാണ്, മൈദയിൽ ഉണ്ടാക്കുന്ന, മൈദ, മുട്ട എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു ബാറ്ററിൽ ഖനം കുറച്ചുണ്ടാക്കി അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഫില്ലിങ്. ഇതിപ്പോൾ ബനാന ആണെങ്കിൽ ബനാന, സ്ട്രോബെറി ആണെങ്കിൽ അത്, ക്രീം വിത്ത് ചോക്ലേറ്റ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഭാഗത്ത് നല്ല ഫില്ലിങ് ഇങ്ങനെ തരും, ഒരു കോൺ ഷേപ്പിൽ. വെരി നൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കടന്ന് കഴിക്കുന്ന കാര്യമാണ്. വേറെ നിറയുകയും ചെയ്യും. ഓക്കെ, ബൈ. സന്തോഷമാണ് എല്ലാവർക്കും, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അവരുടെ കടയിൽ പോകുന്നത് എല്ലാം.